പ്രശ്നമുണ്ട്. പെണ്ണിൽ കുറ്റം കണ്ടുപിടിക്കാൻ വലിയ മിടുക്കാണ്. അവൾ പോയിട്ടല്ലേ, അവൾ ഇറക്കം കുറഞ്ഞ കുപ്പായം ഇട്ടിട്ടല്ലേ, ഇങ്ങനെ കണ്ടുപിടുത്തങ്ങൾ പെട്ടെന്നങ്ങ് നടത്തിക്കളയും. അവൾ പോയാൽ അവന് എന്തും ചെയ്യാമോ എന്ന് ചിന്തിക്കില്ല. 2-3 വയസ്സുള്ള കുഞ്ഞുങ്ങൾ, 80-90 കഴിഞ്ഞ അമ്മമാർ, അവരൊക്കെ എന്ത് വസ്ത്രം ധരിച്ചിട്ടാണെന്ന് ചിന്തിക്കില്ല. ഇത് രാഹുലിനെതിരെ ആദ്യം സധൈര്യം പുറത്തു വന്ന പെൺകുട്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. ശരിയാണ്, ഞാൻ അവളുടെ പേര് പറയുന്ന ഭാഗം മറച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് അവൾ മുഖം മറയ്ക്കാതെ, പേര് മറയ്ക്കാതെ നമ്മുടെ മുന്നിലുണ്ട്. ഇത് വലിയൊരു മാറ്റമാണ്, വലിയൊരു ചുവടുവെപ്പാണ്. ആദ്യത്തെ പരാതി വന്നപ്പോൾ അതിജീവിതയുടെ പേരും ഫോട്ടോയും ഷെയർ ചെയ്ത് അവളെ അധിക്ഷേപിക്കാനായിരുന്നു രാഹുൽ ഏട്ടൻ ഫാൻസ് ശ്രമിച്ചത്. ഇന്നതാ അവൾ നിങ്ങളുടെ മുന്നിലുണ്ട്. പോരാടാനാണ് അവളുടെ തീരുമാനം, മിണ്ടാതിരിക്കാനല്ല. അവൾ മാത്രം പോരാടാൻ തീരുമാനിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ മുന്നിൽ ദാ ഉന്നാവോ പെൺകുട്ടിയുടെ ഉദാഹരണമുണ്ട്. പ്രതിയെ സംരക്ഷിക്കുന്ന സർക്കാരുകൾ നമ്മുടെ മുന്നിലുണ്ട്. സ്ത്രീപക്ഷമെന്ന് പറഞ്ഞാൽ മാത്രം പോരാ, സ്ത്രീപക്ഷമാകണം. ആ പക്ഷമാണ് ഇന്നലെ ലോക്ഭവന് മുന്നിൽ കണ്ടത്. ഇത് കേന്ദ്ര സർക്കാരിനെതിരായ പോരാട്ട വേദിയിൽ നിന്നുള്ള ചിത്രമാണ്, സമരമുഖമാണ്. ആ സമരമുഖത്തും നിലപാട് പറയുകയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി. ആ കപ്പിലെ എഴുത്ത് ആ പെൺകുട്ടിക്ക് നൽകിയ ഊർജം എത്രത്തോളമായിരിക്കും? പിണറായി വിജയന് ഇതിന്റെ ആവശ്യമുണ്ടോ? ഇല്ല എന്ന് പറയാം. മുന്നിൽ വന്ന പരാതികളിൽ മുഖം നോക്കാതെ നടപടിയെടുത്തിട്ടുണ്ട്. സർക്കാരിന്റെ നിലപാട് അതിൽ തന്നെ വ്യക്തമാണ്. പക്ഷേ ആ കപ്പ്, ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ആ കപ്പ് ഊർജമാണ്, കൂടെയുണ്ടാകും എന്ന ഉറപ്പാണ്. അത് അവൾക്ക് മനസ്സിലായതുകൊണ്ടാണ് ആ കപ്പിലെ വാചകങ്ങൾക്ക് എന്റെ ഉള്ളിൽ നിന്ന് അടർത്തി മാറ്റപ്പെട്ട ജീവന്റെ തുടിപ്പുണ്ടെന്ന് അവൾ എഴുതിയത്.